ടീനേജ് ആയി വന്നതുകൊണ്ടാണോ ഇങ്ങനൊരു മാറ്റം സംഭവിക്കാൻ കാരണം? അതായത് ടീനേജിലേക്ക് വരുമ്പോൾ കുട്ടിയുടെ പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് കുറയുന്നു, അതുകൊണ്ടാണോ? ആ പാരന്റ് പറഞ്ഞത്, എൻ്റെ മകൻ ഒരു 4-5 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് നല്ല മിടുക്കനായി പഠിച്ചിരുന്നതാണ്. നല്ല മാർക്കാണ് അവന് എല്ലാ ക്ലാസ്സിലും. ഒരു 90+ എബവ് 95 96 ഈ മാർക്ക് കിട്ടിയിരുന്ന കുട്ടിയാണ്. പക്ഷെ തീരെ ഇപ്പോൾ 9ലായി, തീരെ താപ്പോട്ട് വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ജസ്റ്റ് പാസ്സാണ്. ഇത് 80ൽ പരീക്ഷ എഴുതാൽ 26, 27, 28 എന്ന റേഞ്ചിലേക്ക് മാർക്ക് വന്നിരിക്കുന്നു. എന്തുകൊണ്ടാണ് അവന് 5ാം ക്ലാസ്സിൽ നിന്ന് ഈ 9ാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്കും ഇത്രയും വലിയൊരു മാറ്റം ഉണ്ടാവാനുള്ള കാരണം? ടീനേജ് ആയി വന്നതുകൊണ്ടാണോ ഇങ്ങനൊരു മാറ്റം സംഭവിക്കാൻ കാരണം? അതായത് ടീനേജിലേക്ക് വരുമ്പോൾ കുട്ടിയുടെ പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് കുറയുന്നു, അതുകൊണ്ടാണോ എന്നോട് ചോദിച്ചു. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞ ഉത്തരം, ഒരിക്കലും അത് ടീനേജ് ആയതുകൊണ്ട് കുട്ടിയുടെ പഠിക്കാനുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞതല്ല അതിൻ്റെ മെയിൻ കാരണം. ടീനേജ് ആയതുകൊണ്ട് നമുക്ക് കുട്ടികൾക്ക് പഠിക്കാൻ ഇത്തിരി മടി കാണും, അല്ലെങ്കിൽ കുട്ടികൾ മറ്റുള്ള വിഷയങ്ങളിൽ കുറച്ചധികം സമയം കൊടുക്കുന്നു. അപ്പോൾ ആയതുകൊണ്ട് പഠനം ഇത്തിരി കീപ്പട്ടേക്ക് പോകുമെന്നുള്ളത് ശരിയാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി അവിടെ ഉണ്ടായിട്ടുള്ള സംഭവം, 4ാം ക്ലാസ് 5ാം ക്ലാസ് വരെ ആ കുട്ടി നന്നായി പഠിച്ചിട്ടുണ്ടെങ്കിൽ 6, 7, 8 ക്ലാസ്സിൽ എവിടെയോ വെച്ച് ഓരോ ചാപ്റ്റർ മനസ്സിലാവാത്തത് കുട്ടി വിട്ട് പോയിട്ടുണ്ടായിരിക്കും. അതായത് വിട്ടുപോകാന്ന് വിചാരിച്ചാൽ ആ ചാപ്റ്റർ അങ്ങ് അവോയ്ഡ് ചെയ്ത് പരീക്ഷയ്ക്ക് പോകും. 6ാം ക്ലാസ്സിൽ ഫ്രാക്ഷൻസിൻ്റെ ചാപ്റ്റേഴ്സും അല്ലെങ്കിൽ ഫ്രാക്ഷൻസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് ചെയ്യുന്ന ഭാഗങ്ങളൊക്കെ വരുന്ന 6ാം ക്ലാസ്സിലാണ്. ഫ്രാക്ഷൻസ് ബേസ് പഠിക്കുന്നത് 5ാം ക്ലാസ്സിലാണ്. അപ്പോൾ ഈ ഘട്ടങ്ങളിൽ എവിടെയെങ്കിലും വെച്ചിട്ട് ഈ ചാപ്റ്ററിൻ്റെ ബേസ് മനസ്സിലാവാതെ വന്നപ്പോൾ ആ ചാപ്റ്റർ അങ്ങ് അവോയ്ഡ് ചെയ്തിട്ട് ബാക്കിയുള്ള ചാപ്റ്റർ നന്നായി പഠിച്ച് പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരു 80 അല്ലെങ്കിൽ 90 ഒക്കെ മാർക്ക് കിട്ടിയിട്ടുണ്ടാകും. കാരണം ഒരു ചാപ്റ്റർ ഒന്ന് അവോയ്ഡ് ചെയ്ത് പോയാലൊന്നും നല്ല മാർക്കിനെ വല്ലാതെ അഫക്റ്റ് ചെയ്ത് പോകില്ല. ഇപ്പോൾ 8ാം ക്ലാസ്സിലാണ് അങ്ങനെ ഒരു ഒമിഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സും വയ്യും കൊടുത്തുകൊണ്ട് എങ്ങനെ ഒരു ഫോമുല ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ പഠിക്കുന്നത് 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ ആ ബേസ് സമയത്ത് ഏതെങ്കിലും ഒരു ചാപ്റ്റർ ബേസ് ഉള്ള ചാപ്റ്റർ വിട്ടു കളഞ്ഞിട്ടുണ്ടായിരിക്കും. ആ ചാപ്റ്റർ അടുത്ത വർഷത്തേക്ക് ഡബിളായി. അതായത് ഇപ്പോൾ 5ൽ പഠിച്ച ഫ്രാക്ഷൻ്റെ ബേസ് അതിൻ്റെ അടുത്ത ഘട്ടമാണ് 6ൽ വരുന്നത്, അതിൻ്റെ അടുത്ത ഘട്ടമാണ് 7 വരുന്നത്. പിന്നെ ഈ ഫ്രാക്ഷൻ ഉപയോഗിച്ചുള്ള മറ്റ് മാത്തമാറ്റിക്കൽ ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്. ആ സമയത്ത് കുട്ടി ബേസിക് ചാപ്റ്റർ വിട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ ബേസിക്സ് ഇല്ലായ്മ അടുത്ത വർഷത്തിലെ ഒരു ചാപ്റ്ററിനെയും 2 ചാപ്റ്ററിനെയും ബാധിക്കും. അപ്പോൾ ഒരു ചാപ്റ്റർ 5ൽ വിട്ടുന്നുണ്ടെങ്കിൽ 6ൽ അത് ഡബിൾ ആയിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ അവിടെ 2 ചാപ്റ്റർ കുട്ടി വിടേണ്ടതായിട്ടുണ്ടാവും. അപ്പോൾ ആ സമയത്തും കുട്ടിക്ക് അറിയുന്നില്ല താൻ അത് ഒമിറ്റ് ചെയ്ത് കളഞ്ഞതുകൊണ്ട് അല്ലെങ്കിൽ അത് അവോയ്ഡ് ചെയ്തത് കൊണ്ടാണ് ഈ വർഷം ഈ പ്രശ്നം ഉണ്ടായിരുന്നത്. കുട്ടി സ്വാഭാവികമായും കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ആ ചാപ്റ്റർ മാത്രം ഒന്ന് വളരെ ഭംഗിയായിട്ടൊന്ന് സപ്രസ് ചെയ്ത് വെച്ചിട്ട് നന്നായി അറിയുന്ന പാഠഭാഗം നന്നായി പഠിച്ചു പോവുകയും അതിൽ മാർക്ക് നേടുകയും ചെയ്യും. പിന്നത്തെ കൊല്ലം ഈ 2 ചാപ്റ്റർ അറിയില്ല എന്നുള്ളത് 4 ചാപ്റ്ററായി വളർന്നിട്ടുണ്ടാകും. പിന്നെ അടുത്ത ഘട്ടത്തിൽ 9ലേക്ക് എത്തുമ്പോൾ എല്ലാ മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസും ബേസിക് മാത്തമാറ്റിക്കൽ ഓപ്പറേഷൻസും കയ്യിലുണ്ടായാൽ മാത്രമേ എല്ലാ ചാപ്റ്ററും ചെയ്യാൻ പറ്റൂ എന്നുള്ള അവസ്ഥയിലേക്ക് വരും. ആ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ കുട്ടി തോൽക്കാനും അല്ലെങ്കിൽ തോൽവിയുടെ അറ്റത്തുള്ള മാർക്കിലേക്ക് എത്താനുള്ള സാധ്യതകൾ ഏറുന്നു. അപ്പോൾ ഈ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് 4ലോ 5ലോ 6ലോ ഒക്കെ വെച്ച ബേസിലാണ്. ഈ ബേസ് ഒരിക്കലും നമ്മുടെ പാരൻസ് ഐഡന്റിഫൈ ചെയ്യുന്നില്ല. നമ്മളുടെ ഇപ്പോൾ ഈ സിസ്റ്റത്തിൽ 8ാം ക്ലാസ് വരെ എല്ലാ കുട്ടികളെയും പാസ്സാക്കി വിടുവാണ്. 9ലാണ് കുട്ടി തോൽക്കുന്നു അല്ലെങ്കിൽ കുട്ടി പഠനത്തിന്റെ ഇത്രയും വലിയ പ്രശ്നത്തിലാണ് നിൽക്കുന്നതെന്നുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഒരു ധാരണ പാരൻസിന് ഉണ്ടാവുന്നത്.